അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ ഇന്ന് രണ്ടാം പെരുന്നാളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാം പെരുന്നാളിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പം ഞാനുണ്ട്, ഫൈസൽക്ക് ഉണ്ട്. ഫൈസൽക്ക ഒരു ഹായ് പറയ്, ഒരു ഹായ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ജ്യേഷ്ഠൻ്റെ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എവിടേക്കാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയിലാണ്. കർമ്മയിൽ നിന്ന് നല്ല തിരക്കുണ്ടാവും. ഇന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എവിടേക്കാണോ പറ്റുമെന്ന് വിചാരിച്ചാൽ അവിടേക്ക് പോകാൻ വിചാരിച്ചാൽ. അപ്പം അവരെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അവർ പിക്ക് ചെയ്യുന്നിടത്ത് കാണാം. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാനുള്ള സ്ഥലത്തെത്തിട്ട് അവരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ കാത്തുക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ റോഡ് സൈഡിലൊന്നും കാണില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ കുട്ടിപ്പട്ടാളങ്ങൾ വരുന്നുണ്ട്. വേറെ 1 2 വാ ജംഷിയുടെ വാ. ഇത് നമ്മളെ ഹയാ പത്തുമ്മ, ഇത് നമ്മൾ ഹാമിൽ മോൻ, ഇത് നമ്മൾ നിജക്കുട്ടി. വരെ ഐഷ് വരെ നമ്മള് ജംഷീന, മക്കര താത്ത. സുമേര് ഹായ് പറയും. സുമിയ ഹായ്. ഫൈസൽക്ക് അങ്ങോട്ട് വണ്ടി തിരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പം ഞങ്ങളെ ഫൈസൽക്കാരുടെ പെങ്ങള് കറുപ്പ് ചുരിദാറില്ലല്ലോ. നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളെ കാണണമെന്ന് ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാം. ഹായ് പറയും. നിജ അവിടെ പോയിരുന്നു. ഈദ് മുബാറക്ക്. എല്ലാവർക്കും സുഖല്ലെന്ന് ചോദിക്കാമില്ല, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. പറയ് ജന ഡ്രസ് ഇടാത്ത പുതിയ അതിലൊക്കാനാണ് വാലൊക്കെ. ഇത് ഇവിടുത്തെ കുറ്റിയാണല്ലോ. എന്നോട് ചോദിക്കണ എന്താ ഇവിടെ കേറണെന്ന്, ഇവിടെ കേറണെന്ന്. അല്ല കുഞ്ഞാനെ കൂട്ടണില്ലേ? കുഞ്ഞാനോട് വരാൻ പറടാ. വരുന്ന നോക്ക്, വീട്ടിൽ കയറണം. വാ, എന്തേലും തിന്നാ വേണോ ചെക്ക്? അല്ല തിന്നാ എന്തേലും വാങ്ങിച്ചോണ്ടിരാ. വേറെ നോക്കാൻ ആള് വേണോ? അമില ഇതെന്താ ഡ്രസ് പുതിയത് മാറ്റാൻ? പാട്ടുപാടേ, ഏതാ പാട്ടുപാടാ? ഏതാ പാട്ട് പാടുന്നത്? ഏത് പാട്ടാണെന്ന് പാടിത്തരൂ ഐശോ. ഒരു പാട്ട് പാടാ ഐശോ. എന്നെ കാണാനില്ലല്ലോ ഇവിടെ. അല്ലാണ്ട് തല ഇവിടെ, തല ഇവിടെ ഉണ്ട്. ഐശോ ഒരു പാട്ടോടെ. ഐശോ നിജ പാട്ടോടെ. നിജ അവര് തിരക്കിലാന്ന്. അപ്പൊ തിരക്കിലല്ല, അവര് കർമ്മയ്ക്ക് പോകണ്ട് പറഞ്ഞു. എന്റെ ഉപ്പച്ചി എവിടെ പോയിക്കണേ? പുലിമുരുകൻ എവിടെ? പുലിമുരുകൻ എന്റെ ഉപ്പച്ചി എവിടെ പോയിക്കണേ? പറയടാ. ഏതാ പാടോടെ? ആമിലിന് ഇഷ്ടമുള്ള പാട് ഏതോട്ടെ? പുലിമുരുക. ആ പാടിക്കോ. പുലിമുരുകാണ് അല്ലേ? പാട്. അവൻ പാടട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ആള് മാറ്റും നന്നായിട്ട്. എന്നാ ആമില മാറ്റണി. അമില മാറ്റിട്ട് ഒറ്റണം കൊണ്ട് ഐശാന എന്നാ പാട്. ഇല്ല ഈ വാഞ്ഞയ്യോ ആവിയാ പോയി. ഐസ്ലാൻഡ് പണ്ട് കാലങ്ങളിലെന്താ ഇപ്പൊ ഇപ്പോഴും വർക്കിംഗ് ഉണ്ടോ? അറിയില്ല. നമ്മളും അതെ. അതിന് ഇതാണ് കമറ റോഡ്. ഞങ്ങളെ മറ്റേ സനു കൂട്ടായി അല്ല. കൂട്ടായിലുണ്ടല്ലോ ഒരു പാർക്ക്.
നമ്മൾ കർമ്മയിലേക്കുള്ള യാത്ര മാറ്റി ഞങ്ങൾ നേരെ മന്നലാംകുന്നിലേക്കാണ് പോകുന്നത്. കർമ്മയിലേക്ക് ഭയങ്കര ബ്ലോക്കാണ്. പ്ലാൻ ബിയിലേക്ക് ഞങ്ങൾ ചാടിയിരിക്കുന്നു. അപ്പൊ കർമ്മയിൽ ഭയങ്കരമായ ബ്ലോക്കില് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ എവിടെ കാണാൻ മന്നലാംകുന്ന് വെച്ചക്കണേ. മുരുക മുരുക പുല്ലി മുരുക ഇല്ല പറയടാ. അന്നെ കാണാനൊരു ഭംഗിയില്ല. ഇല്ലല്ലോ അന്നെ തീരെ ഭംഗിയില്ലടാ. അങ്ങനെ കർമ്മയിൽ ഭയങ്കര ബ്ലോക്കായ കാരണം ഒരു രക്ഷയില്ല കേട്ടോ അങ്ങോട്ട് കയറാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കർമ്മയിൽ പോകാൻ തന്നെയായിരുന്നു. കാരണം അവിടെ എന്താ പറയുക കുറേ ഫുഡ് പ്ലേസൊക്കെ ഉണ്ടല്ലോ. കാരണം കുട്ടികൾക്ക് ഐസ്ക്രീം അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. പക്ഷേ എന്താ പറയുക ബ്ലോക്കായ കാരണം കുട്ടികളും പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണ്ട, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫൈസൽക്കാണ് നമുക്ക് മന്നലാംകുന്നേക്ക് പോയാലോ. അപ്പോൾ ഫൈസൽക്ക് പറഞ്ഞു ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര മണിയാകുമ്പോഴത്തേക്ക് എത്തുന്നൊന്നും അറിയില്ല, നമുക്കിത് പോയി നോക്കാം അവർ. അങ്ങനെ ഞങ്ങൾ മന്നലാംകുന്നിലേക്ക് പോണ വഴിയിലാണെങ്കിൽ അവിടെ നിന്ന് 1/2 കിലോമീറ്ററിനേക്കാളും കൂടുതൽ പാർക്കിംഗ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈസൽക്ക് പറഞ്ഞു ഞാനിവിടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം, നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് പോരേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫൈസൽക്കാനോട് പറഞ്ഞു നിങ്ങളില്ലാതെ പോയാൽ ശരിയാവില്ല. അപ്പോൾ കുട്ടികളും പറഞ്ഞു എന്താ പറയുക എന്നാൽ പിന്നെ അങ്ങനെ പോകണ്ട, കുഞ്ഞിപ്പില്ലാതെ നമുക്ക് പോയാൽ ശരിയാവില്ല പറഞ്ഞപ്പോൾ കുട്ടികൾ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചിട്ട് ഞാൻ ഫൈസൽക്കാണ് കുട്ടികൾക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ സോപ്പിട്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടികൾ എന്താ പറയുക ഒരാൾ ഭയങ്കര പിണക്കത്തിലായിരുന്നു നമ്മളെ ഹാമിലി. കാരണം ഓനിക്ക് ബീച്ച് പാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മേടിച്ചത്. ഐസ്ക്രീമിലൊന്നും കുട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിചാരിച്ചാൽ ഭയങ്കര അങ്ങനെ വാശിയൊന്നും പിടിക്കാത്ത ആളാണ്. പക്ഷെ അന്നും എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ അത് കാരണം ഭയങ്കര പിണക്കത്തില്ല, പിണങ്ങിയിട്ട് ഇരിക്കുന്ന കേട്ടോ കാണാൻ. അങ്ങനെ ഓൻ എന്ത് ചെയ്തെന്നോ കാറിൻ്റെ താഴേക്ക് ബീച്ചിലേക്ക് പോകാത്തതിന് കാറിൻ്റെ ആ സീറ്റിൻ്റെ താഴേക്ക് പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈസൽക്ക് ഓൻ്റെ ചീത്ത പറയുന്നുണ്ട് കാരണം വിചാരിച്ചിനെ പാർക്കിൽ കൊണ്ടുപോകാൻ. പക്ഷെ ആൾ അതിലൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു നാളെ കൊണ്ടുപോകാറ്. പിന്നെ പിറ്റത്തെ ദിവസമായിരുന്നു പിന്നെ ഞങ്ങൾ പോയിരുന്നു കേട്ടോ. ഓരോരാളെ പേര് വിളിക്കുമ്പോൾ ഓരോരാളെ ഹാജർ പറഞ്ഞു വരാം കേട്ടോ. അപ്പൊ വരിക ഒരാളെ ഹാജർ പറയൂ. നിജ ഹാജർ ആയിഷ. അതെ ആയിഷ ഇത് മറ്റേ ആയിഷയോടെ പോയപ്പോ എല്ലാരും കേറി അവിടെ പോയിട്ട് കേറിക്കോളൂ. എല്ലടോ ഇങ്ങനെ നിറങ്ങല്ലടോ. അങ്ങനെ ഏതോ സിനിമയിലുണ്ടല്ലോ ഗേറ്റ് തുറന്നിട്ട് എടാ ഇങ്ങോട്ടാ അങ്ങോട്ടൊക്കെയാ അതാണ് ബാക്കിയേക്കില്ല വാക്കേക്കില്ല അതാ വാക്ക്. ഏത് വാക്ക്? അന്റെ വാക്കാ? അന്റെ വാക്ക് വാക്കായിരിക്കണല്ലോ, വാക്കാവൂലേ? അപ്പൊ ഇന്നലെ 2ാം പെരുന്നാൾ നമുക്ക് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളായിട്ട് ബീച്ചിലേക്കൊന്നും പോകാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് ചെറുതായിട്ട് റൈസൊക്കെ വാങ്ങിച്ച് സോപ്പിട്ടിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടാ ചായ ഒക്കെ കുടിച്ചിട്ട്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഇന്ന് നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞു. ഇന്നും കുറച്ചും കൂടി ലേറ്റ് ആയി. പക്ഷെ എന്താ പറയാ നമ്മൾ കർമ്മയിലൊക്കെ പോയി കുട്ടികൾക്കും ഇത് ചായയും മധുരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് ചങ്ങരംകുളത്ത് പോകാനുണ്ടായിരുന്നു. ആങ്ങളെയും വൈഫും ഉണ്ട്. അവരാദ്യം വണ്ടിയിൽ നമ്മള് ചോട്ടാസലുള്ള നിജ വരോ നിജ ഐഷു ഐഷു. ആ ഇതാണ് നമ്മളെ ഐഷുമോ. ഐഷു നിന്റെ പേരെന്താ? ഐഷുന്റെ പേര് ഐഷു. ഐഷുന്റെ പേരുള്ള കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്താ ഐഷു? ഐഷു പറയേ പറയടി. ആമില് കിണിക്കണ മാത്രേ ഉള്ളൂ. ആഷ്മി. ആ നമ്മളെ ഐഷു ഐഷു എന്ന് വിളിക്കണം. നമ്മളെ ഐഷുവിന്റെ പേര് ശരിക്കും ആഷ്മി എന്നാണ്. ഇത് പിന്നെ നമ്മളെ കൊമ്പങ്ങാട്ട് കോയ അല്ലേ? അല്ലേടാ കൊമ്പങ്ങാട്ട് കോയല്ലേ? ആണ്.
അങ്ങനെ ഞങ്ങൾ ഫൈനലി കർമ്മയിലെത്തിയിട്ട് എന്താ പറയുക, കുട്ടികൾക്ക് നമ്മൾക്ക് 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് തീരെ കയറാൻ പറ്റിയിരുന്നില്ല കേട്ടോ. നമ്മൾ സ്ഥിരം വരുന്ന പ്ലേസ് ആണെങ്കിലും പക്ഷേ 2ാം പെരുന്നാളിനും 1ാം പെരുന്നാളിനും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയിരുന്നു, അത്ര തിരക്ക്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം എന്താ പറയുക, കുട്ടികൾക്ക് ഉപ്പിലിട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടുന്ന് മാങ്ങ ഇതൊക്കെ വാങ്ങിച്ചത് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു മുളകൊക്കെ ഫൈസൽക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്, കാരണം എരിവ്. അപ്പോൾ അത് മാങ്ങ ഉപ്പിലിട്ടതല്ല, മാങ്ങ മുളകും പൊടിയൊക്കെ ഇതാക്കിയിട്ടുള്ളത് വാങ്ങിച്ചു. പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ കുറച്ച് നമ്മൾ ഐസ്ക്രീം 186 ഐസ്ക്രീം കിട്ടും, ലോഡഡ് ചോക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചായക്കടയിൽ കയറി. നമ്മളെ എന്താ പറയുക ആങ്ങളേൻ്റെ കുട്ടിയാട്ടത്, ആള് ഭയങ്കര വികൃതിയാണ്, ജഗജില്ലാണ് ആള്. ഭയങ്കര എന്താ പറയുക, അവനോട് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കില്ല. ആള് ഭയങ്കര ക്യൂട്ടാണ്. ഇതാ ആൾ ചിരിക്കാൻ പറഞ്ഞപ്പോഴാണ് ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക അവർക്ക് 186 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആക്കിയിട്ട് എന്താ പറയുക വീട്ടിലേക്ക് കൊണ്ട്. കാരണം ഞങ്ങൾ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് ഇത് കൊടുക്കുന്നത് നമ്മൾ കുട്ടികൾക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒക്കെ ആക്കിയിട്ട്, അപ്പോൾ എന്താ പറയുക ലോഡഡ് ചോക്ക ആരെങ്കിലും കർമ്മി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു ഇതാണ്, ഐസ്ക്രീമാണ് ലോഡഡ് ചോക്കോ. പിന്നെ പിസ്താച്ചു, പെട്ടെന്ന് പേര് പറയാൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക എല്ലാവരോടും ഈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് ദീർഘിച്ചിട്ടുള്ള വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക.